നമ്മുടെ കൺമണി. എല്ലാവർക്കും നമസ്കാരം. ഇന്നാണ് എന്താ പറയുക, ഞാൻ അമ്മയായിട്ട് 3 മാസം തികയാണ്. അതായത് എൻ്റെ കുഞ്ഞുമോൾക്ക് ജന്മം കൊടുത്തിട്ട് 3 മാസം. മോളുടെ 90-ാം ദിവസത്തെ സെലിബ്രേഷൻ ആയിരുന്നു, പേരിടൽ ചടങ്ങ്. പിന്നെ അതല്ലാതെ കുറച്ച് റിച്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതൊരു മഹാലക്ഷ്മി വെൽക്കമിങ് ഹോം എന്ന് പറഞ്ഞൊരു തീമിലാണ് ഈ ഒരു റിച്വൽസ് പോകുന്നത്. അപ്പം കുഞ്ഞിനെ നമ്മളൊരു മഹാലക്ഷ്മിയായി സങ്കല്പിച്ച് അവളെ നമ്മൾ വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ്. ആദ്യം സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ലക്ഷ്മീനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തി. അതായത് ഉണ്ണിയേട്ടൻ്റെയും എൻ്റെയും വീട്ടിലെ എൽഡറായിട്ടുള്ള മുതിർന്ന ഒരാൾ. ഉണ്ണിയേട്ടന് അച്ഛനില്ലാത്തത് കാരണം അച്ഛൻ്റെ സ്ഥാനത്ത് ഉണ്ണിയേട്ടൻ്റെ ജ്യേഷ്ഠൻ കണ്ണൻ ചേട്ടനും പിന്നെ എൻ്റെ അച്ഛനും കൂടെ വിളക്ക് കൊളുത്തി നമ്മളെ രണ്ടുപേരും, അതായത് പ്യൂർ അകച്ച വെള്ളം കുടയില്ല, തീർത്ഥം കുടഞ്ഞ് നമ്മളെ ശുദ്ധീകരിച്ച് എന്നെയും ഉണ്ണിയേട്ടനെയും കുഞ്ഞിനെയും കൂടെ. എന്നിട്ട് കുഞ്ഞിൻ്റെ പാദപൂജ ചെയ്യും. അതായത് നമ്മൾ മഞ്ഞളിൽ കാല് ടിപ്പ് ചെയ്ത് അതൊരു ക്ലോത്തിലോ അല്ലെങ്കിൽ ഈ നമ്മൾ കോലം വരയ്ക്കുന്ന പൊടി ഉണ്ടല്ലോ, അരിപ്പൊടിയിലോ ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതായത് പാദപൂജ പോലെ ചെയ്യുന്നതാണ് കുഞ്ഞിൻ്റെ കാല്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക, ക്ലോത്തിലാണ് ഞങ്ങൾ ഡിപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഫ്രെയിം ചെയ്യുന്നത് ക്ലോത്തിലാണ്, കാരണം നമുക്കത് എന്നും സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഒരു പാദപൂജ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെ നമ്മളൊരു തൊട്ടിലിൽ കിടത്തി കഴിഞ്ഞാൽ പിന്നെ അഷ്ടലക്ഷ്മി പൂജ. അതായത് എട്ട് സ്ത്രീകൾ, അത് കുഞ്ഞിൻ്റെ ആൻറ്റിമാരൊക്കെ ആയിട്ട് 8 സ്ത്രീകളും അഷ്ടലക്ഷ്മിയുടെ ഓരോ കാര്യങ്ങൾ. ഇപ്പം എന്താ പറയുക, നെല്ലുണ്ടാവും. അപ്പോൾ ഓരോന്നിനും ഓരോ ഇതുണ്ട്. അപ്പം അരി എന്ന് പറയുന്നത് നമുക്ക് പ്രോസ്പെറിറ്റി, അന്നം കാര്യങ്ങൾ, പിന്നെ കോയിൻസ്, പിന്നെ എന്തായിരുന്നു പട്ട്. അപ്പോൾ ഓരോന്നിനും കൃത്യമായിട്ട് എനിക്ക് ഓരോന്നും എന്താ മീൻ ചെയ്യുന്നതെന്ന് എനിക്ക് ഓരോന്നിൻ്റെ അറിയില്ല. 8 സാധനങ്ങളുണ്ടാവും ദേവിയുടെ, അഷ്ടലക്ഷ്മി ദേവിയുടെ 8 ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ലോട്ടസ്, അതായത് താമര കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു 6 മുളം കണ്ണാടി, അങ്ങനെ 8 ഐറ്റംസ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് 8 ഐറ്റംസ് എല്ലാം കൂടെ കുഞ്ഞിന് നമ്മളിങ്ങനെ ആരതി ഒഴിയുന്ന പോലെ ഒഴിഞ്ഞിട്ട് കുഞ്ഞിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് വെക്കും. പ്രസൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായി വന്നിട്ട് കുഞ്ഞിന് പാലുടി ചടങ്ങ്. അതായത് പാല് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒരു മോതിരത്തിലോ, സ്വർണ്ണത്തിൻ്റെ മോതിരം അല്ലെങ്കിൽ വെള്ളിയിലോ ഗോൾഡിലോ വെച്ചിട്ട് ഇങ്ങനെ ചുണ്ടത്തിങ്ങനെ വെച്ച് കൊടുക്കും ഓരോരുത്തർ. എന്നിട്ട് നമ്മൾ ആഭരണങ്ങളൊക്കെ കുഞ്ഞിനെ ഇടിപ്പിക്കും. അപ്പോൾ തന്നെ നമ്മൾ കുഞ്ഞിൻ്റെ കാലിനൊരു റെഡ് ഡോട്ട് പോലെ തൊട്ട് കൊടുക്കും. ഇതാണ് അഷ്ടലക്ഷ്മിയുടെ ഒരു പരിപാടി, അഷ്ടലക്ഷ്മി പൂജ പോലെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുഞ്ഞിനെ മടിയിലേക്ക് വെക്കണു. ഒരു ചെവിയിൽ വെറ്റില വെച്ച് അടച്ച് മറു ചെവിയിൽ നമ്മൾ, അതറിയാമല്ലോ പേരിടുന്നത് എങ്ങനെയാണെന്നുള്ളത്, മറു ചെവിയിൽ നമ്മൾ പേരിട്ട് വിളിക്കണം. പേരിട്ട് വിളിക്കുന്നത് എന്താണെന്നുള്ളത് കേൾക്കാമല്ലോ. ശേഷം ഞങ്ങൾ പേര് എല്ലാവരും ഒന്ന് റിവീൽ ചെയ്തു. ഇതാണ് പേര് എന്നുള്ളത് എല്ലാവരും റിവീൽ ചെയ്ത് പിന്നെ ആരതി ഒഴിയും. കുഞ്ഞിൻ്റെ ഈ അമ്മമാരും ഒക്കെ ആയിട്ട് ആരതി, വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് കുഞ്ഞിനെ ആരതി ഒഴിഞ്ഞിട്ട് ഒരു കറുത്ത പൊട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിലും ചെവിയുടെ പിറകിലുമായിട്ട് നമ്മൾ തൊട്ട് വയ്ക്കും. അതായത് ദൃഷ്ടി കളയണു എന്ന അർത്ഥത്തിൽ. പിന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് കുഞ്ഞിനെ ബ്ലസ് ചെയ്യുന്ന പോലെ കുഞ്ഞിനെ ഫ്ലവർ നമ്മൾ ഇങ്ങനെ പുഷ്പാർച്ചന പോലെ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചടങ്ങ്. ഇത് സാധാരണ നമ്മൾ പേരിടലും പാലുകൂടി അങ്ങനത്തെ ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എന്താ പറയുക, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഇത് വളരെയധികം റിസർച്ച് ചെയ്ത്, ഞാനല്ല, ഇവൻറ്റ്സ് ചെയ്ത പെന്യു ഇവൻറ്റ്സ് വളരെയധികം റിസർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ പേരിടുന്നതും പാലുകൂടി ചടങ്ങ് അത് മാത്രമാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുഞ്ഞിൻ്റെ എൻ്റെ ഈ വളകാപ്പും സീമന്തും എല്ലാം ഭംഗിയായി ചെയ്ത പോലെ തന്നെ അവളുടെ ഒരു പ്രോഗ്രാം നല്ല ഭംഗിയിൽ എല്ലാവരുമായിട്ട് കുടുംബവും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിന് കൂടെ നിന്ന എല്ലാവർക്കും നന്ദി.